ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തുമണികൾക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പാർലറിൽ പോകാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇതിനിടയ്ക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ബീട്രൂട്ട് ജ്യൂസ് ചൂടാക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി അതിലേക്ക് അരിപ്പൊടി മിക്സ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി കൊണ്ടാണ് ചെയ്തത്. അത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അങ്ങനെയും ഉണ്ടാക്കാം. അത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് അരിപ്പൊടി ഇട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അത് കുറേ നാൾ കേടുകൂടാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു പൗഡറില്ലേ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു പൗഡർ കൂടി നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൽ ചേർക്കേണ്ടതുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ട് കിട്ടും. അതിന് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ വായോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിന് വേണ്ടത് ചോറാണ്. നമ്മൾ ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല. കുറച്ച് ചോറെടുത്തിട്ട് വെക്കുക. ഇത് ഇന്ന് ചോറ് കുറച്ച് മിച്ചം വന്നു. അപ്പം ആ ചോറ് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ബീട്രൂട്ടിൽ അരിപ്പൊടി ഇട്ടിട്ടൊരു ഇതുണ്ടാക്കിയെന്ന്, അതാണ് അത് ഒരു 2 സ്പൂൺ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സാധനമല്ലേ ഞാൻ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടെ റോസ് വാട്ടറോ അല്ലെങ്കിൽ സാദാ വെള്ളമോ കൂട്ടിയിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഞാനിത് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അത് 2 സ്പൂണ് നമുക്ക് നമ്മുടെ ഈ ചോറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ചോറ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ വരാനും മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനും ചോറ് നല്ലതാണ്. പിന്നെ സ്കിൻ ടൈറ്റ് ആവാനൊക്കെ അരിപ്പൊടിയൊക്കെ നല്ലതാണ്. അതിന് ശേഷം ഞാനൊരു സ്പൂണ് നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേൻ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തേൻ ഉള്ളതുകൊണ്ട് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് തേൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കാപ്പിപ്പൊടിയും ചോറും ആണ് ഇതിൽ മെയിന്. പിന്നെ ബീട്രൂട്ട് പൗഡറും ആണ്. അപ്പോൾ നിങ്ങളിത് എല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ അത് പച്ചവെള്ളത്തിൽ അരക്കുന്നതിനേക്കാളും നല്ലത് പാല് ചേർത്ത് അരക്കുന്നതാണ്. പാലില്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ അരച്ചാലും കുഴപ്പമില്ല. ഞാൻ പാലുള്ളത് കൊണ്ട് പാലിൽ അരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അരച്ചിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്കറിയാം ചോറ് നല്ലോണം കുറവാണെങ്കിൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരയണേ. എങ്കിലേ നമുക്ക് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് കിട്ടൂ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം 15 മിനിറ്റ് തൊട്ടിട്ട് നമ്മളെ മുഖം അത് ഡ്രൈ ആവുന്നത് പോലെയാണ്. ഡ്രൈ ആയാൽ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം വെള്ളം കൈക്കാക്കിയിട്ട് ജസ്റ്റ് മസാജ് ചെയ്യുക. ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ മുഖത്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷമേ തുടച്ച് കളയാൻ പാടുള്ളൂ കേട്ടോ. അതും നമ്മൾ തുടക്കുന്നത് ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുക. കഴുകുന്നതിനേക്കാളും എഫക്റ്റ് തുടച്ചെടുക്കുന്നതാണ്. തുടച്ചെടുത്തതിന് ശേഷം വേണം കഴുകാൻ കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുക. ഇതിപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടുക. ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ് ചെയ്യണം. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും വെറുതെ ഇങ്ങനെ പറയുന്നതല്ല, ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ മുത്തുമണികളോട് പറയുന്നത്. പിന്നെ
ഇത് ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് ആർക്കും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. ആദ്യം നമ്മൾ എല്ലാം ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം അല്ലേ. എല്ലാം ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അയ്യോ ഇതൊന്നും കൊള്ളൂല എന്ന് പറയുന്നവർക്ക് ഈ ഒരു പാക്ക് എന്തായാലും ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.